ഇന്നത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രം. വളരെ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ 3 കുട്ടികളൊക്കെ ഉള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പോൾ അഹാന കൃഷ്ണൻ്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ദിയയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അഹാന കൃഷ്ണയാണ് വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ ഒരു വീട്ടിൽ 3ഓ 4ഓ പെൺകുട്ടികൾ മാത്രമേ ഉള്ളുവെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള കരുത്ത്, പെൺകരുത്ത്, ആൺകരുത്തിനേക്കാട്ടിലും എപ്പോഴും പെൺകരുത്ത് തന്നെയാണ് മുഖ്യം. പെണ്ണുങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് ദൈവം അവർക്ക് ആണുങ്ങളെക്കാട്ടിലും ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. മാതാപിതാക്കന്മാർ എന്താ ചെയ്യുന്നത്? ഒരു പ്രായം എത്തുമ്പോൾ പെൺപിള്ളേരെ കെട്ടിച്ചു വിടുക. അതോടുകൂടി അവരുടെ പല കഴിവും അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ പഠിച്ചത് മാത്രം ജീവിതത്തിൽ വല്ല ജോലിയും കിട്ടി ജീവിക്കും. എല്ലാ പെൺകുട്ടികൾക്കും വളരെയധികം കഴിവുള്ളവരാണ്. മിക്ക വീടുകളിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അവൻ ആൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് അവൻ്റെ കഴിവും കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കാം. പെൺകുട്ടി ആയതുകൊണ്ട് 18ഓ 20ഓ 23ഓ വയസ്സാകുമ്പോൾ ഇവളെ കെട്ടിച്ചു വിടാം, ഇവൾ വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ എന്ന ചിന്താഗതിയാണ് പല മാതാപിതാക്കന്മാർക്കും. ഇതിനൊക്കെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയും പിള്ളേരും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ. കാരണം അവിടെ ദിയയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും വളരെ നമ്മളിപ്പം ഒരു കുറ്റം ചെയ്തവരോട് വളരെ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാമോ, അതായത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് വേണ്ട രീതിയിൽ അവരിൽ നിന്ന് ഉത്തരങ്ങൾ എടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. വളരെ ബുദ്ധി ബോൾഡുമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്തു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ കുടുംബത്തിലും പെരുമാറേണ്ടത്. ഇവിടെ ഇപ്പോൾ 3ഓ 4ഓ പെൺകുട്ടികളുള്ള ഒരു കുടുംബമാണെങ്കിൽ മാതാപിതാക്കന്മാർ പറയുന്നത് എന്നറിയോ? അയ്യോ എനിക്ക് 4 പെണ്ണാണേ, അയ്യോ എനിക്ക് 3 പെണ്ണാണേ എന്ന് പറഞ്ഞാൽ അവർ കിടന്നങ്ങ് ജീവൻ കളയുക. അതേ സമയത്ത് പിന്നെ അവരെ കെട്ടിച്ചു വിടേണ്ട കഷ്ടപ്പാടുകളെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. പെൺകുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല രീതിയിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ച് അവരെ 4 പേരുടെ മുമ്പിൽ സ്റ്റേൺ ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ ഒറ്റക്കാലിൽ നിന്ന് പോരാടുവാൻ മാതാപിതാക്കന്മാർ പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ അവരുടെ ജീവിതം വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും.